ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഈ സമയവും വൈകുന്നേരവും ആളുകൾ ഇങ്ങനെ ദേവിയെ കാണാൻ വേണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് കാണുന്നത്. നല്ല വെയിലുണ്ട്. അതുമാത്രമല്ല ഈ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും നിറയെ വെച്ചുവാണിഭക്കാരൊക്കെ ഇങ്ങനെ നിരന്നു നിന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ എല്ലാ രീതിയിലും ആകർഷിക്കാൻ, കൊച്ചുകുട്ടികളെയൊക്കെ ആകർഷിക്കത്തക്ക വിധത്തിൽ ഒരുപാട് സാധനങ്ങൾ. ചേട്ടാ, എന്നേ കച്ചവടം തുടങ്ങിയതാ ഇവിടെ? എങ്ങനെയുണ്ട്? ഈ ഒരു നേരം കൊണ്ട് തന്നെ ആൾക്കാർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ കൊല്ലം 4 വർഷം കൊണ്ട് വരാറുണ്ട്. അതേ, നോക്കൂ, കൊച്ചുകുട്ടികളെയൊക്കെ പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഉറപ്പായിട്ടും ഇവിടെ ഒന്ന് കയറി വീട്ടുകാരെയൊക്കെ ഒന്ന് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചിട്ടേ പോകാൻ സാധ്യതയുള്ളൂ. കൊച്ച് കളിക്കോപ്പുകളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നിറയെ സാധനങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും എല്ലാ കൊല്ലം. ചേട്ടാ, മലയാളിയാണോ? ആണല്ലേ. എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ കൊല്ലം വരാറുണ്ടല്ലേ. അമ്പലത്തിൽ കയറി തൊഴുതല്ലേ. അതാണ് ഇവിടെ എത്തുന്ന, ഇപ്പോൾ കച്ചവടത്തിനായിട്ട് എത്തുന്നവരായാൽ തന്നെ ആദ്യം ഒന്ന് വന്ന് ദേവിയെ കണ്ട് വണങ്ങി അനുഗ്രഹമൊക്കെ വാങ്ങി ദേവിക്കൊരു കാണിക്ക ഇട്ടിട്ടാണ് എല്ലാവരും തുടങ്ങുന്നത്. ചേച്ചി, എവിടെ നിന്ന് വരിക? ശാസ്താംകോട്ട. പൊങ്കാല ഇടുന്നുണ്ടോ ഇക്കൊല്ലം? എല്ലാ വർഷവും വരുന്നേ. എന്തോ? എല്ലാ വർഷവും വരുന്നേ. എല്ലാ വർഷവും. ഇപ്പൊ എത്ര നാളായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? വർഷങ്ങളുണ്ടേ വരുന്നവരാ. വർഷങ്ങളായി. ഒരു 10 വർഷത്തിൽ കൂടുതലൊക്കെ അതിലും കൂടുതലായിട്ടുണ്ടല്ലേ. അപ്പൊ പെട്ടെന്ന് പൊങ്കാലയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഇവിടെ വന്നതും പൊങ്കാല ഇട്ടതൊക്കെ ഓർമ്മയുണ്ടോ? അതോ മറന്നു? കുഞ്ഞുനാൾ മുതലേ വരുന്നത്. ആരുടെ? അമ്മയുടെ കൂടെയാണ് വരിക? അതെ, ഒരുപാട് വർഷത്തെ ഓർമ്മകളാട്ടോ ഓരോരുത്തർക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വലിയ വലിയ വിശ്വാസങ്ങളും ഒക്കെയാണ്. അതൊക്കെ ആയിട്ടാണ് എല്ലാവരും ഇങ്ങനെ വരുന്നത്. ചേച്ചിയെ, എവിടെ നിന്ന് വരിക? വർക്കല. എല്ലാ തവണയും പൊങ്കാല ഇടാനുണ്ടോ? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം പൊങ്കാല ഇടാനുണ്ട്? സന്തോഷമാണ്. പൊങ്കാല ഇടാൻ വരുന്നത് സന്തോഷമാണ്. അമ്മയ്ക്ക് ഒരു പൊങ്കാല ഇടുന്നത് സന്തോഷം തന്നെയാണ്. നമുക്ക് ഈ ഒരു വർഷത്തെ ഒരു പാവമാണ് നമുക്ക് തീരുന്നത്. ഇതിപ്പം ഇവിടെ എല്ലാവരും പറയുമല്ലോ, ഇപ്പം ഒരു തവണ നമ്മൾ പൊങ്കാല ഇടുന്നു, എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു, അത് തീർച്ചയായും നടക്കും. നേടുന്നുണ്ട്. അനുഭവം ഉണ്ട്. പല അനുഭവങ്ങളും നമുക്കുണ്ട്. അമ്മയ്ക്ക് അപ്പോഴും നമുക്ക് വന്ന് ഇടണമെന്നേ ഉള്ളൂ. ഒരേ വർഷവും നമുക്ക് ആ അനുഗ്രഹത്തോട് വന്ന് ഇടണമെന്നാണ്. ആ വ്രതം പിടിച്ച് നമുക്ക് പൊങ്കാല ഇടണമെന്നാണ്. അതെ, ആ അനുഗ്രഹവും ആ ഒരു അനുഭവങ്ങളും ഒക്കെയാണ് ഓരോ വർഷവും ഇവരെ ഇങ്ങനെ പിന്നെയും ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. നമുക്കിനി ഇങ്ങോട്ട് പോയാൽ ഇവിടെ വീടുകളിലൊക്കെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കിപ്പോൾ നടന്നു പോകുമ്പോഴത്തേക്ക് ആൾക്കാർ, ഞാൻ പറഞ്ഞു, നല്ല വെയിലാണ്, ക്ഷീണിച്ചൊക്കെ എത്തുന്നവരുണ്ടാവും. വഴിയോര കടകളൊക്കെ ഇങ്ങനെ സജീവമാവുകയാണ്. അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ഒന്ന് ഫ്രഷ് ആവാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് കൂളാക്കാൻ, തണുപ്പിക്കാനായിട്ടൊക്കെ കുലുക്ക് സർബത്ത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ. ചേച്ചി, മടുത്തോ വെയിലത്ത്? രസമല്ലേ ഇതൊക്കെ? അല്ലേ? ഞാൻ കോട്ടയം. ഞാനും കോട്ടയംകാരിയാ. കോട്ടയത്ത് എവിടെയാ? പൊളശ്ശ എന്ന് പറയും. ഓ, ആ സ്ഥലമൊക്കെ അറിയില്ല. എവിടെയാ കോട്ടയത്ത്? കോട്ടയത്ത് പാല. അപ്പൊ ഇന്നലെ വന്നോ അതോ ഇന്ന് വന്നോ? ഞങ്ങൾ ഇന്നലെ വന്നു. ഇപ്പൊ എവിടെയാ പൊങ്കാല ഇടുന്നത്? അമ്പലത്തിന്റെ പരിസരത്താണോ അതോ ഇവിടെ എവിടെയല്ലോ? അല്ല, ഞങ്ങൾ ഇവിടെ മണക്കാട് അല്ലേ? എന്തുകൊണ്ട്? എത്ര കൊല്ലായി പൊങ്കാല ഇടുന്നത്? കുഴിയാണ്. കല്യാണം കഴിച്ച് കോട്ടയത്ത് കൊണ്ടുപോയതാ. ഓ, ശരി. ഇപ്പൊ എത്ര കൊല്ലായി പൊങ്കാല ഇടുന്നത്? എല്ലാ വർഷം വരാറുണ്ട്. കുറെ വർഷമായി. കല്യാണത്തിന് മുമ്പേ ഇടാൻ തുടങ്ങിയത്. ചേച്ചിയും കോട്ടയത്തും തന്നെയാണോ? അല്ലല്ല, ഞാൻ കൊട്ടാരക്കരയായിരുന്നു. ഇപ്പൊ പറയുന്ന കാലം കൊണ്ട് ഇവിടെ താമസം. അപ്പൊ പൊങ്കാല ഇടും. ഞങ്ങളുടെ നാടകത്തിൽ തന്നെ ഉണ്ട്, വീട്ടില് മുമ്പില്. മുട്ടത്ര കല്ലുമൂട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കൊട്ടാരക്കര. അപ്പൊ ദൂരേന്ന് വന്ന ആൾക്കാരും കോട്ടയത്തുനിന്ന്, എവിടുന്ന്, കാസർഗോഡ്, നമ്മൾ മുമ്പ് ഗുജറാത്തിൽ നിന്ന് വന്ന ആളുകളെ കണ്ടു. അങ്ങനെ ഇവിടേക്ക് ഇപ്പം നമ്മൾക്ക് കയറുകയാണെങ്കിൽ പടുക്കയൊക്കെ ഒരുക്കി ഓരോ മുക്കിലും മൂലയിലും ചെറിയ ജംഗ്ഷനിലുമൊക്കെ പടുക്കകളൊക്കെ ഇട്ട് ദേവിയുടെ വിഗ്രഹങ്ങളൊക്കെ നല്ല ഭംഗിയിൽ, നല്ല സുന്ദരിയായിട്ട് ദേവീനെ ഇങ്ങനെ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുകയാണെന്ന് പറയാം. ഇവിടേക്ക് പോകുന്ന ആൾക്കാരൊക്കെ കാണിക്കയൊക്കെ ഇട്ട് ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് വണങ്ങിയാണ് പോകുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒക്കെ ഇതിൻ്റെ ഒരു ഭംഗി ഇനിയും കൂടും കേട്ടോ. കാരണം ഇവിടെ മുഴുവൻ LED ബൾബുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അതുപോലെ തന്നെ വിളക്കുകളൊക്കെ കത്തിച്ച് വലിയ ഭംഗിയിൽ ഉണ്ടാവും. ഞാൻ നിങ്ങളെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകട്ടെ. ഈ വീട് ആരുടെയാണെന്ന് ഒരുപക്ഷെ പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും. നമ്മുടെ മാതൃഭൂമി കുടുംബത്തിലെ എഡിറ്ററായിട്ടുള്ള, ഒരുപാട് നല്ല നല്ല വാർത്തകളൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന കാർത്തിക് കൃഷ്ണൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ വീടിനുള്ളിൽ ഒരുപാട് ആളുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ കാർത്തികേട്ടാ,
പൊങ്കാലയൊക്കെ ആയിട്ട് കുറേ അധികം ദിവസങ്ങളായിട്ട് തന്നെ വീട്ടിലൊക്കെ ഒരു മേളമായിരിക്കുമെന്ന് അറിയാം. ഇന്നിപ്പോൾ എങ്ങനെയുണ്ട്? തലേ ദിവസമാണ്. തലേദിവസം ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് വന്നു. അകത്തേക്ക് പോവാം. ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ കാർത്തിക്കിന്റെ വിവാഹത്തിന്. ഹരിയേട്ടാ, ഇത്തവണ കാർത്തിക്കിന്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പം ഞാൻ ഇച്ചിരി മുമ്പില് കാർത്തികേട്ടന്റെ വീട് കണ്ടപ്പോഴത്തേക്ക് നേരെ ക്ഷേത്രത്തിൽ അവിടുന്ന് നടന്ന് കുരിയാത്തി വളർന്നിട്ട് കാർത്തികിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പൊങ്കാലയാണ്. വിശേഷങ്ങൾ കൂടുതലാണ്. അർച്ചന വിളിച്ചിരിക്കാം. ഓക്കെ, അമ്മമാരൊക്കെ വന്നിരിപ്പുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുന്നവരാണ്. നമുക്ക് കാണാം ഓരോരുത്തരെ. ഞാൻ വേറൊരാളെ കൂടെ പറഞ്ഞുതരാം. കാർത്തിക്കിനെ പരിചയപ്പെട്ടതുകൊണ്ട് ഞാൻ വേറൊരു അമ്മയെ കൂടി പരിചയപ്പെടാം. കാർത്തിക്കിന്റെ അമ്മ ഇവിടെ ഉണ്ട്. ഇതാരെന്നറിയോ? നമ്മുടെ എഡിറ്റർ വിജയദാസ്, നമ്മുടെ ഉണ്ണിയേട്ടന്റെ അമ്മയാണ് ഇതാ ഈ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അമ്മേ, ഇതിപ്പോ എത്രാമത്തെ പൊങ്കാലയാ? പറയാൻ പറ്റില്ല. എല്ലാ വർഷവും ഇടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഇടാൻ പറ്റിയില്ല. ബാക്കി എല്ലാ വർഷവും വന്നിട്ടുണ്ട്. ഒരുപാട് കൊല്ലത്തെ ഓർമ്മകളൊക്കെ പറയാനുണ്ട്. ഓർമ്മകളുണ്ട്. നമ്മൾ ഓരോ കാര്യം മനസ്സിൽ വിചാരിക്കും, അത് വന്ന് നടത്തി തരുവാണെങ്കിൽ അങ്ങനെ ഇടും. ഒരു സന്തോഷമാണ് പൊങ്കാല എന്ന് പറയുമ്പോൾ, നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഇപ്രാവശ്യം എന്താ വന്നു. നാളെ എവിടെ ഇടുക? ഈ മുറ്റത്ത് വല്ല തന്നെ പൊങ്കാല ഇടും. പിന്നെ ഇപ്പം ആറ്റുകാലമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ തന്നെയാണ് സ്വദേശം എന്നറിയാം. ആറ്റുകാല അല്ലെങ്കിൽ കൂടി കുറച്ച് മാറി. ഇപ്പം ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവിടെ വന്ന അമ്മയെ തൊഴുത് ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ അമ്മയുടെ കൂടെ കൊച്ചുനാളിലേ വരുമായിരുന്നു ഇവിടെ. അങ്ങനെ പൊങ്കാലയുടെ അമ്മ ഓരോന്നും പറയും, പ്രാർത്ഥിക്കും. നമ്മളെല്ലാ പ്രാവശ്യവും ഇവിടെ തന്നെ സ്ഥിരം വരണുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾ സാധിച്ച് തരട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം സാധിച്ച് തരട്ടെ. ഇനി എല്ലാം സാധിച്ചു തരട്ടെ കേട്ടോ. ഇന്ദു, അമ്മയുടെ പേരെന്താ? ശാന്തകുമാരി. അമ്മ എത്രാമത്തെ വർഷമാണ് ആറ്റുകാല് പൊങ്കാല? ഒരുപാട് വർഷമായി. അപ്പൊ എത്ര എണ്ണമെന്ന് ചോദിക്കുന്നതിൽ ശരിയല്ല. കാരണം നമുക്ക് എണ്ണ ഇല്ല. നമുക്ക് പറ്റുമ്പോ ഒക്കെ വരുന്നുണ്ട്. അമ്മ, ഞാൻ ചോദിക്കുന്നതേ, ഇത്രയും വർഷം അമ്മ പൊങ്കാല അർപ്പിക്കാനായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് ഓരോ ആഗ്രഹങ്ങളും ഓരോ പ്രതീക്ഷകളും ഒപ്പം തന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു അനുഭവം പറയാം. പെട്ടെന്ന് വരണ ഓർമ്മ എന്താന്ന് ഒന്നും പറയാം. ഏതെങ്കിലും ഒരു, നമുക്ക് ഓരോ പ്രാർത്ഥനകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെ എന്തെങ്കിലും? ആറ്റുകാലമ്മയുടെ കൂടെ കൂടെ വരാറുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെ ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുമ്പോഴേ എന്താണ് ആ മനസ്സിൽ തോന്നിയിട്ടുള്ളത്? ഒരു മനസ്സിനൊരു സന്തോഷം. ദേവിയെ കണ്ടു തൊഴുത് ഭയങ്കര സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത്. വീണ്ടും വരണമെന്ന് തോന്നും. അതും ഒരു ദേവിയുടെ അനുഗ്രഹമാണ് അല്ലേ അമ്മ? അതെ. അല്ലേ? എന്താ പേര്? ഗിരിജ. എവിടുന്നാ പറഞ്ഞമ്മ? ഞാൻ ഈ വീട്ടിൽ ജനിച്ച ആളാണ്. അപ്പൊ അതായത് കാർത്തികിന്റെ അമ്മായിയാണ്. അങ്ങനെ. ഓക്കെ. അപ്പം എന്തായാലും മുടങ്ങാതെ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് ഒരു വീട്ടിൽ കയറിയില്ലായിരുന്നോ, പ്രേം ശശിയുടെ. ഈ പ്രേം ശശി കാർത്തികേട്ടന്റെ അമ്മാവനാണ്. പ്രായം പറയാൻ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഞാനത് വിട്ടു കേട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് വിട്ടുപോയി. പ്രേം ശശിയുടെ അമ്മായിയുടെ മോളാണ്. അങ്ങനെ. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, ആറ്റുകാൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് കൂടി കേൾക്കാനാണ്. അതായത് നമ്മൾ ആറ്റുകാൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ പൊങ്കാല ദിവസം അവിടെ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം എല്ലാം ഒരു നിമിഷം പോലും ഇല്ലാതെ എല്ലാ വിശേഷങ്ങളായാലും എന്ത് കാര്യമായാലും പ്രേക്ഷകർക്ക് എത്തും. ഒപ്പം തന്നെ മാതൃഭൂമി കുടുംബത്തിൽ ഒരുപാട് പേർ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെളിയിൽ നിന്നൊക്കെ വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും അവരുടെ വീടുകളിലും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും അവരെ മറ്റു കാര്യങ്ങൾ ആവശ്യങ്ങൾക്കുമായിട്ടാണ് ഉള്ളത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയണം. എന്തു ആ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്? എന്തു? ഇതിപ്പോ എത്രാമത്തെ പൊങ്കാലയാ? ഞാൻ എൻ്റെ കൊച്ചുനാൾ തൊട്ട്, എൻ്റെ ജനിച്ചത് ഇവിടെയാണ്. എൻ്റെ അമ്മയുടെ കുടുംബം ഇവിടെയാണ്. ജനിച്ച കാലം തൊട്ട് എൻ്റെ 60 കാലം വരെ ഞാൻ പൊങ്കാലയായിട്ട് ഭയങ്കര ഭക്തയാണ്. അമ്മ തന്നെ എന്നെ ഇതുവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം. ഇപ്പം എനിക്കൊരാഗ്രഹം, അടുത്ത 27 മുമ്പേ എൻ്റെ മകൻ്റെ കല്യാണം നടക്കണം. മോനൊരു നല്ലൊരു ജീവിതം കിട്ടണം, ഇളയ മോന്. എപ്പോഴും എന്നും ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് കാര്യത്തിനും അമ്മ എന്ന് എന്നെ ഞാൻ വിളിക്കുന്നുണ്ട്. ആറ്റുകാലമ്മയുടെ അനുഗ്രഹമാണ് എനിക്ക്. എന്തായാലും അമ്മ ആഗ്രഹങ്ങളൊക്കെ നടത്തിയത്. ഇനി കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും
ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടല്ലേ? വരട്ടെ വരട്ടെ എല്ലാവരും. അപ്പൊ അതാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇത്തവണ വിശേഷം ചോദിക്കേണ്ട മറ്റു ചില ആളുകൾ കൂടെ ഉണ്ട്. ആദ്യമേ ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ, കാർത്തികേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. ചേച്ചി ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ട്. എന്താണ് വിവാഹം നടന്നതിനൊരു നന്ദി പറച്ചിലാണോ അതോ മറ്റെന്തെങ്കിലും ആഗ്രഹം നടക്കാൻ വേണ്ടിയാണോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും പറയാറില്ല. എന്നും ദേവിയുടെ നടയിൽ പൊങ്കാല ഇടാൻ പറ്റണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇത്തവണ ആറ്റിന് ഇക്കരെ ഇടാൻ പറ്റി, അല്ലെങ്കിൽ വീട് ആറ്റിനക്കരയാണ്. അപ്പം ഇങ്ങ് വന്നിട്ടാണ് ഇടാറ്. അപ്പം ഇവിടെ ഇരുന്ന് തന്നെ ഇടാനുള്ള ഒരു ഭാഗ്യം കിട്ടി, അതിലൊരുപാട് സന്തോഷം. ആദ്യമായിട്ടാണോ ഇടാൻ പോണേ? ഇല്ല, പൊങ്കാല ഇടാറുണ്ട്. എങ്കിലും സ്വന്തം വീട്ടിലിരുന്ന് ഇങ്ങനെ ആറ്റിനിക്കരെ ഇരുന്ന് ഇടാൻ പറ്റുന്ന ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ എത്ര ആഗ്രഹങ്ങളാണല്ലേ. അക്കരയിൽ നിന്ന് ഇക്കരെ വന്ന് പൊങ്കാല ഇടാനുള്ള ഒരു ഭാഗ്യം ദേവി ഒരുക്കി കൊടുത്തു. സേലത്തുനിന്നൊക്കെ എത്തിയ അമ്മമാരൊക്കെ ഉണ്ട്. അമ്മ പറയൂ, എവിടുന്ന് വരുന്നു? എന്ന് വന്നു? ഞാനിന്ന് രാവിലെ എത്തി. ആദ്യമായിട്ടാണോ അവിടുന്ന് എത്തണേ? അപ്പുറത്ത് തന്നെ. അപ്പൊ എല്ലാവരും ഇവിടുത്തുകാർ തന്നെ കേട്ടോ. എൻ്റെ അവരുടെ കണ്ണൻ്റെ ചിറ്റപ്പൻ്റെ ഭാര്യയാണ് ഞാൻ. കണ്ണൻ്റെ അച്ഛൻ ചിറ്റപ്പൻ്റെ ഭാര്യ. അപ്പം കുറേ നാളത്തെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കും. പെട്ടെന്ന് ആറ്റുകാലമ്പലത്തിലെ പൊങ്കാല എന്ന് പറഞ്ഞാല് കുട്ടിക്കാലത്തെ എന്തെങ്കിലും ഓർമ്മയോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണിത്. ഞങ്ങൾക്ക് ഓണത്തിനേക്കാളും ഭയങ്കര ഒരു വിശേഷമാണ് ആറ്റുകാൽ പൊങ്കാല. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെല്ലാവരും ഇവിടെ കിടന്നാണ്, എല്ലാം ഒരുമിച്ച് വളർന്നവരാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് വളർന്നവരാണ്. ദൂരെയൊക്കെ പോയവരൊക്കെ എല്ലാവരോടും ഒത്തുകൂടുന്ന അതെ, ഞങ്ങൾ സ്വന്തക്കാരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് ആറ്റുകാൽ പൊങ്കാല. ആന്റി ആണല്ലേ സേലത്തുനിന്ന് വന്നത്? மலையாளம் தெரியும், തമിഴിലെ പേസുങ്കോ? நாங்கள் சேலத்துல இருந்து வந்தோம். என்னோட பேத்திக்கு வந்து இங்கே அது என்ன செய்யறது, அது செய்யறதுக்கு வேண்டி நாங்கள் இங்கே வந்தோம். നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? കാളയിലേക്ക് പൊങ്കൽ വെക്കണം. അപ്പം എങ്ങനെയാ ഇവിടുത്തെ ദേവിയിൽ ഒരു വിശ്വാസം കേട്ടറിഞ്ഞ് വന്നതാണോ അതോ எங்கள் பையன் இவங்க பொண்ணு மேரேஜ் பண்ணினது, அதனால் பேத்திக்கு வந்து பண்ணுறதுக்கு இங்கே வந்திருக்கிறோம். അപ്പൊ ദാ അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള ബന്ധങ്ങളാണല്ലേ ഇതാ ഇവിടെ ഈ ആറ്റുകാലമ്മയുടെ മുൻപിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. എന്തായാലും നമ്മളിങ്ങനെ എല്ലാവരുടെ സംസാരിച്ചു, പക്ഷെ ഒരാളടുത്ത് സംസാരിക്കാൻ വിട്ടുപോയതല്ല, എല്ലാം വിട്ടുപോയതല്ല, ആള് ഒളിച്ചു നിൽക്കാണ്. കാർത്തികിന്റെ അമ്മയുടെ അടുത്ത് നമുക്ക് സംസാരിക്കണം. അമ്മ, ഈ ആറ്റുകാൽ നിങ്ങൾ എത്ര വർഷം കൊണ്ട് ഇവിടെ താമസിക്കും? എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് 30 കൊല്ലമായി ഇവിടെ. ഞാൻ ഈ ആറ്റുകാൽ അമ്മയുടെ മണ്ണിൽ വന്നിട്ട് 30 വർഷമായി. 30 വർഷം കൊണ്ട് ഇവിടെ താമസിക്കണം. അപ്പോൾ ഈ പൊങ്കാല നടക്കുന്ന ഈ സമയത്ത്, ഈ ഉത്സവ സമയത്തൊക്കെ ഇവിടുത്തെ ഒരു തയ്യാറെടുപ്പ്? ഇവിടുത്തെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എത്രയൊക്കെ ഇതുണ്ടെങ്കിലും അമ്മ അന്ന് പൊങ്കാല ദിവസം അമ്മ കുറച്ചരിയെങ്കിലും ഇവിടെ ആളുകൾക്ക് അന്നദാനം കൊടുക്കുന്നത് കണ്ടു വന്നവളാണ് ഞാൻ, ജീവിച്ചവളാണ്. അത് ഇന്നും തുടരുന്നു. എത്ര സാഹസപ്പെട്ടായാലും അമ്മയുടെ പൊങ്കാല അന്ന് ഇത്രയെങ്കിലും ആൾക്കാർക്ക് ആഹാരം കൊടുക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അത് ഞാൻ എൻ്റെ മകൻ കൊണ്ടുവന്ന വൈഫിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളും അതനുസരിച്ച് പോകുന്നുണ്ട്. അതാണ്, അത് ഈ ഓരോ കാലങ്ങളായി ഇങ്ങനെ തലമുറകൾ മാറുമ്പോൾ അതങ്ങനെ തുടരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിലും തുടർന്നു. മാതൃഭൂമി ന്യൂസിലൂടെ, നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളവരും നമ്മുടെ തത്സമയം അവരുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളിവിടെ നമ്മൾ